പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര STR അറ്റ് ഗോസ്പൽ സുവിശേഷം ഇന്ന് ഒരു ധ്യാന വായന എന്ന പരമ്പരയിലേക്ക് വീണ്ടും ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മനുഷ്യ ബന്ധങ്ങളെ നിരീക്ഷിച്ചാൽ ഒരു കൗതുകകരമായ പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയും. ഒരു ബന്ധത്തിൻ്റെ തുടക്കത്തിൽ പരസ്പരം കണ്ടുമുട്ടുകയും അടുത്തറിയുകയും ചെയ്യുന്ന ഘട്ടത്തിൽ രണ്ടുപേരും പലപ്പോഴും ഇങ്ങനെ അനുഭവിച്ചേക്കാം: ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഇത്രയും അനുയോജ്യരായവർ വേറെയില്ലെന്ന് ഞങ്ങൾക്ക് തോന്നി. അന്ന് ആ ബന്ധത്തിന് വലിയ മൂല്യമുണ്ട്. എന്നാൽ വർഷങ്ങൾ കടന്നുപോകുന്നു. 10 വർഷം, 25 വർഷം, ചിലപ്പോൾ അതിലും കൂടുതൽ. അപ്പോൾ അതേ ബന്ധത്തെക്കുറിച്ച് ഒരാൾ പറയുന്നത് നാം കേൾക്കാം. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. പക്ഷേ ഞങ്ങൾക്കിടയിൽ എന്തോ മാറിപ്പോയി. ചില സാഹചര്യങ്ങളിൽ വേർപിരിയാനുള്ള തീരുമാനത്തിലേക്ക് പോലും അത് എത്തുന്നു. ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം: യഥാർത്ഥത്തിൽ മാറിയത് ബന്ധത്തിൻ്റെ മൂല്യമാണോ, അതോ ആ ബന്ധത്തെ അനുഭവിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ ഉള്ളിലെ അവസ്ഥയാണോ? ഇത് കുടുംബ ജീവിതത്തിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമല്ല. സമർപ്പിത ജീവിതത്തിലും ഇതിന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകാം. വിളിയുടെ ആദ്യകാലത്ത് വലിയ ആവേശം, ആത്മീയ ജീവിതത്തോടുള്ള ആകർഷണം, സമർപ്പണത്തിൻ്റെ സന്തോഷം, ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കുന്നതിൻ്റെ ആന്തരിക സംതൃപ്തി. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചിലർ ചോദിച്ചേക്കാം: ആദ്യകാലത്തുണ്ടായിരുന്ന ആ തീ എവിടെ പോയി? ഈ ജീവിതത്തോടുണ്ടായിരുന്ന പഴയ ആവേശം എന്തുകൊണ്ടാണ് ഇപ്പോൾ അനുഭവപ്പെടാത്തത്? ഇവിടെയും നാം ഒരു ഗൗരവമുള്ള ചോദ്യം നേരിടുന്നു. മൂല്യമുള്ള ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെട്ടതാണോ, അതോ അതിൻ്റെ മൂല്യത്തെ അനുഭവിക്കുന്ന നമ്മുടെ ഉള്ളിലെ ക്രമത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചതാണോ? ഈ ചോദ്യം മനസ്സിലാക്കാൻ മത്തായിയുടെ സുവിശേഷം അധ്യായം 13, 45-46 യേശുവിൻ്റെ ഉപമ നമ്മെ സഹായിക്കുന്നു. യേശു പറയുന്നു, ഒരു വ്യാപാരി നല്ല രത്നങ്ങളെ അന്വേഷിക്കുകയായിരുന്നു. ശ്രദ്ധിക്കുക, അവൻ വിലയില്ലാത്ത വസ്തുക്കളെ അന്വേഷിച്ചിരുന്നില്ല. നല്ല രത്നങ്ങളായിരുന്നു അവൻ്റെ ലക്ഷ്യം. പിന്നീട് അവൻ പരമമൂല്യമുള്ള ഒരു രത്നം കണ്ടെത്തി. അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞപ്പോൾ തനിക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കി. ഇവിടെ ഒരു പ്രധാന തിയോളജിക്കൽ ഇൻസൈറ്റ് ഉണ്ട്. അവൻ മുമ്പ് സ്വന്തമാക്കിയിരുന്ന രത്നങ്ങൾ പെട്ടെന്ന് മോശമായോ? ഇല്ല. അവയുടെ ഭൗതിക സ്വഭാവം മാറിയില്ല. അവയുടെ മൂല്യം ഇല്ലാതായില്ല. മാറിയത് വ്യാപാരിയുടെ മൂല്യ നിർണയമാണ്. പുതിയ രത്നത്തിൻ്റെ പരമമൂല്യം തിരിച്ചറിഞ്ഞപ്പോൾ മുമ്പ് വിലപ്പെട്ടിരുന്ന കാര്യങ്ങളെ അവൻ ഒരു പുതിയ മൂല്യക്രമത്തിൽ കാണാൻ തുടങ്ങി. അതുകൊണ്ട് ഇവിടെ സംഭവിച്ചത് മൂല്യനാശമല്ല, മൂല്യക്രമത്തിൻ്റെ പുനർക്രമീകരണമാണ്. ഇത്തരുണത്തിൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം: ദൈവത്തെ ജീവിതത്തിലെ മറ്റൊരു മൂല്യമായി ചേർക്കാമോ? നമ്മുടെ ജീവിതത്തിൽ കുടുംബം, ബന്ധങ്ങൾ, ജോലി, സമ്പത്ത്, സൗഹൃദം, അംഗീകാരം, വിജയം, സുരക്ഷ, സ്വപ്നങ്ങൾ, വിനോദം, ഇവയ്ക്കെല്ലാം മൂല്യമുണ്ട്. ക്രൈസ്തവ ആത്മീയത ഇവയെല്ലാം നിരസിക്കാൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇവയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ നൽകിയിരിക്കുന്ന സ്ഥാനം എന്താണ്? ഒരു കാര്യം നല്ലതായിരിക്കാം, എന്നാൽ അത് എൻ്റെ ജീവിതത്തിൻ്റെ പരമമായ മൂല്യമായി മാറുമ്പോൾ പ്രശ്നം ആരംഭിക്കുന്നു. പണം ഒരു നല്ല ഉപാധിയാണ്. പക്ഷെ പണമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന് തോന്നുന്നുവെങ്കിൽ അത് ബന്ധനമാകുന്നു. ജോലി ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷെ ജോലി തന്നെയാണ് എൻ്റെ മുഴുവൻ വ്യക്തിത്വം എന്ന് കരുതുമ്പോൾ അത് എൻ്റെ അസ്തിത്വത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. ഒരു ബന്ധം അനുഗ്രഹമാണ്. എന്നാൽ മറ്റൊരാളുടെ അംഗീകാരമില്ലാതെ എനിക്ക് എന്നെ തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ ബന്ധം ആശ്രിതത്വമായി മാറുന്നു. അതുകൊണ്ട് പ്രശ്നം പലപ്പോഴും ആ കാര്യത്തിൽ തന്നെയല്ല, അതിന് നാം നൽകിയിരിക്കുന്ന സ്ഥാനത്തിനാണ്.
ഇവിടെയാണ് ക്രൈസ്തവ ആത്മീയതയുടെ പ്രത്യേകത. ദൈവത്തെ ജീവിതത്തിലെ മറ്റൊരു മൂല്യമായി ചേർക്കുക എന്നതല്ല ദൈവാന്വേഷണം. കുടുംബം ഒന്നാമത്, ജോലി രണ്ടാമത്, പണം മൂന്നാമത്, ദൈവം നാലാമത് എന്ന രീതിയിലുള്ള ഒരു പട്ടികയല്ല. ദൈവം ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. ഒന്നാമത്തെ സ്ഥാനവും കേന്ദ്രസ്ഥാനവും ഒരുപോലെയല്ല. ഒരു ചക്രത്തിൻ്റെ കേന്ദ്രം ശരിയായിരിക്കുമ്പോൾ അതിൻ്റെ വിവിധ ഭാഗങ്ങൾ ശരിയായ ബന്ധത്തിൽ നിലനിൽക്കും. കേന്ദ്രം മാറുമ്പോൾ മുഴുവൻ ഘടനയുടെയും സന്തുലിതാവസ്ഥ മാറും. അതുപോലെ ദൈവം ജീവിതത്തിൻ്റെ കേന്ദ്രമാകുമ്പോൾ കുടുംബം, ജോലി, സമ്പത്ത്, ബന്ധങ്ങൾ, വിനോദം ഇവ ഇല്ലാതാകുന്നില്ല. മറിച്ച് അവയുടെ ശരിയായ സ്ഥാനം വ്യക്തമാകുന്നു. അതുകൊണ്ടാണ് ഉപമയിലെ തനിക്കുണ്ടായിരുന്നതെല്ലാം വിറ്റു എന്ന വാക്കിന് ആഴമുള്ള അർത്ഥമുള്ളത്. അത് വെറും ഉപേക്ഷിക്കലല്ല, അത് പുനർമൂല്യ നിർണയമാണ്. പുനർമൂല്യ നിർണയം എന്നത് ഇത് നല്ലതാണോ മോശമാണോ എന്ന ചോദ്യം മാത്രം ചോദിക്കുന്നതല്ല. അതോടൊപ്പം ഇതിന് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം നൽകണം എന്നും ചോദിക്കുകയാണ്. ഉദാഹരണത്തിന്, എൻ്റെ ജോലി തന്നെയാണ് എൻ്റെ ജീവിതം എന്നതിൽ നിന്ന് എൻ്റെ ജോലി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്, എൻ്റെ മുഴുവൻ അസ്തിത്വമല്ല എന്ന തിരിച്ചറിവിലേക്ക് വരുന്നത് പുനർമൂല്യ നിർണയമാണ്. ആളുകൾ എന്നെ അംഗീകരിക്കണം എന്നതിൽ നിന്ന് അംഗീകാരമില്ലാത്തപ്പോഴും എൻ്റെ അസ്തിത്വത്തിൻ്റെ മൂല്യം തിരിച്ചറിയാൻ എനിക്ക് കഴിയുമോ എന്ന ചോദ്യത്തിലേക്ക് വരുന്നതും അതുതന്നെ. പുറത്തെ സാഹചര്യങ്ങൾ മാറാതിരുന്നാലും അവയെ കാണുന്ന ഉള്ളിലെ മൂല്യക്രമം മാറാം. ഇതാണ് ആന്തരിക പരിവർത്തനം. സ്നേഹമുള്ളവരെ, അപ്പോൾ യേശുവിൻ്റെ ഉപമയിലെ വ്യാപാരിയിലേക്ക് വീണ്ടും മടങ്ങാം. അവൻ നല്ല രത്നങ്ങളെ അന്വേഷിച്ചു. പരമമൂല്യമുള്ള ഒരു രത്നം കണ്ടെത്തി. അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞപ്പോൾ തനിക്കുണ്ടായിരുന്നതെല്ലാം വിറ്റു. അവൻ ജീവിതത്തെ നിരസിച്ചില്ല. അവൻ ജീവിതത്തിലെ മൂല്യങ്ങളുടെ ക്രമം പുനർക്രമീകരിച്ചു. അതുകൊണ്ട് ദൈവത്തെ തേടുക എന്നത് ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുക എന്നല്ല, ജീവിതത്തിൻ്റെ കേന്ദ്രം ശരിയാക്കുക എന്നതാണ്. അപ്പോൾ കുടുംബത്തോടുള്ള സ്നേഹം കുറയണമെന്നില്ല. അത് കൂടുതൽ സ്വതന്ത്രവും പക്വവുമായ സ്നേഹവുമായി മാറാം. ജോലിയോടുള്ള ഉത്തരവാദിത്തം കുറയണമെന്നില്ല. അതിന് കൂടുതൽ ആഴമുള്ള അർത്ഥം ലഭിക്കാം. സമ്പത്ത് നിരസിക്കണമെന്നില്ല. അതിനെ കൂടുതൽ ഉത്തരവാദിത്തോട് ഉപയോഗിക്കാം. ജീവിതത്തിലെ സന്തോഷങ്ങൾ നഷ്ടപ്പെടണമെന്നില്ല. അവയെ അടിമത്തമില്ലാതെ ആസ്വദിക്കാൻ പഠിക്കാം. അതുകൊണ്ട് യഥാർത്ഥ സംഘർഷം ദൈവത്തിനും ജീവിതത്തിനും ഇടയിലല്ല. പലപ്പോഴും സംഘർഷം നമ്മുടെ ഉള്ളിലെ തെറ്റായ മൂല്യക്രമങ്ങൾ തമ്മിലാണ്. പരമമൂല്യമുള്ള രത്നം കണ്ടെത്തുമ്പോൾ നല്ല രത്നങ്ങൾ അപ്രസക്തമാകുന്നില്ല. അവയ്ക്ക് ശരിയായ സ്ഥാനം ലഭിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ അവസാനത്തെ ചോദ്യം: ദൈവത്തെ തേടിയാൽ എൻ്റെ ജീവിതം നഷ്ടപ്പെടുമോ? ഒരുപക്ഷെ യഥാർത്ഥ ചോദ്യം അതല്ല ചോദിക്കേണ്ടത്. ദൈവത്തെ കണ്ടെത്തുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം തെറ്റായ സ്ഥാനത്ത് വെച്ചിരുന്ന കാര്യങ്ങളെ ശരിയായ സ്ഥാനത്ത് കൊണ്ടുവരാൻ എനിക്ക് കഴിയുമോ? ദൈവത്തെ തേടുക എന്നത് ജീവിതത്തെ ഉപേക്ഷിക്കുക എന്നല്ല, ജീവിതത്തെ അതിൻ്റെ യഥാർത്ഥ കേന്ദ്രത്തിൽ നിന്ന് വീണ്ടും കാണാൻ പഠിക്കുക എന്നതാണ്. അപ്പോൾ നാം ജീവിതത്തെ നഷ്ടപ്പെടുത്തുകയല്ല, തെറ്റായ കാര്യങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് ജീവിതത്തെ തിരിച്ചു പിടിക്കുകയാണ്. ഇതാണ് പരമമൂല്യമുള്ള രത്നം കണ്ടെത്തുന്നതിൻ്റെ യഥാർത്ഥ അത്ഭുതം. നന്ദി.